തിരുവനന്തപുരത്തെ പൊന്നറ ശ്രീധർ അപ്പർ പ്രൈമറി സ്കൂളിൻ്റെ ഒരു ക്ലാസ് മുറിക്കകത്താണ് ഞാൻ നിൽക്കുന്നത്. ആ ക്ലാസ് മുറി എന്ന് പറയുമ്പോൾ ക്ലാസ് മുറിക്കകത്ത് ആലിൻ്റെ വേര് ഭിത്തി തുളച്ച് ഇറങ്ങി ഇതിലേക്ക് വന്നു. അത്ഭുതമെന്ന് മാത്രമല്ല, ഇതൊന്നും നോക്കാൻ, അറിയാൻ, ഇത് മാറ്റാൻ ഇവിടെ സ്കൂൾ അധികൃതരോ PTOയോ ഒന്നും ഇല്ല എന്നതാണ് വലിയൊരു ദുരന്തം. കാരണം ഇത് ഉപയോഗിക്കുന്ന ക്ലാസ് മുറിയല്ല, അതാദ്യം പറയാം. പക്ഷേ ഇതിന് തൊട്ടപ്പുറത്ത് ഒരു തൊട്ട് ചേർന്നിട്ടാണ് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുള്ളത്. എപ്പോൾ വേണമെങ്കിലും ഇത് മറിഞ്ഞ് താഴേക്ക് ഈ ബിൽഡിംഗ് അടക്കം നമ്മളിവിടെ നിൽക്കുമ്പോൾ പോലും അത്ര സേഫല്ല, താഴേക്ക് വരാൻ പറ്റുന്ന ഒരവസ്ഥ. ജന്തുക്കളുണ്ട്. ഇത് ഭിത്തി തുളച്ച് വരുന്നു എന്ന് പറഞ്ഞാൽ ആ കണ്ട ഭാഗം മാത്രമല്ല, താഴേക്ക് നോക്ക്, മുഴുവൻ ആലിൻ്റെ ഇത് പോയിരിക്കുകയാണ്. ഇങ്ങനെ മൊത്തം ഡിസൈനാണെന്ന് വേണമെങ്കിൽ കണ്ടാൽ തോന്നും. അതുപോലെ മുഴുവൻ വേരുകളും മറ്റും ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇത് കണ്ടോ, ഒരു സ്വിച്ച് ബോർഡൊക്കെ, ഇത് നോക്ക്, ഒരു സ്വിച്ച് ബോർഡൊക്കെ തകർത്ത് വേരാണ്. ഇത് വലിച്ചാൽ ചിലപ്പോൾ ഭിത്തിയോടുകൂടി ഇതെല്ലാം കൂടി താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. ആ തരത്തിൽ 10 വർഷമാണെന്ന് ഓർക്കണം ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട്. 10 വർഷം. ഇതിൻ്റെ ഹെഡ്മിസ്ട്രസോട് ഞാൻ സംസാരിച്ചു. പല തരത്തിലുള്ള പരാതികൾ അവർ നൽകി. ഇതൊന്ന് ഇവിടുന്ന് പൊളിച്ചു മാറ്റി ഒന്ന് കളയണം. 4 ക്ലാസ് റൂമാണ് ഇങ്ങനെ കിടക്കുന്നത്. പക്ഷേ ഒരാളും ഒരു സംവിധാനവും, മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ വാർഡിൻ്റെ കൗൺസിലർക്ക് വരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു ഒരു കാര്യം, ആൻ്റണി രാജു MLA വാർഡാണ്. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ വീടിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് സ്വാഭാവികമായിട്ട് 1 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് നാടായിരിക്കുമല്ലോ, അദ്ദേഹത്തിനും അറിയുന്നുണ്ടാവും. പക്ഷേ എന്തുകൊണ്ട് ഇത് പൊളിച്ചു മാറ്റുന്നില്ല എന്നത് മാത്രമാണ് പ്രസക്തമായ ഒരു ചോദ്യം. ഇത് കണ്ടോ, അവിടുന്ന് പൊളിഞ്ഞ് വീണിട്ട് ഇതാണ് ഭിത്തിയാണ്, പൊളിഞ്ഞ് വീണ് ഇതായിരുന്നു ഒരു ക്ലാസ് റൂം. ഇതിൻ്റെയൊക്കെ അവസ്ഥ കണ്ടോ, ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. ഇതിനെ എന്ത് പറഞ്ഞ് വിശേഷിപ്പിക്കണമെന്ന് അറിയത്തില്ല. ആല് മുളച്ച് ഇതിലേക്ക് ഇറങ്ങുന്ന തരത്തിലേക്ക് അവസ്ഥ എത്തിയിട്ടുണ്ട്. ഇത് പൊളിച്ചു മാറ്റണം എന്ന ആവശ്യമാണ് നാട്ടുകാർക്കും PTAയ്ക്കുമൊക്കെ ഉള്ളത്. അവർ വീണ്ടും ഉന്നയിക്കുന്നു. പൊളിച്ചു മാറ്റും, ഇനിയെങ്കിലും ഇത് കാണുമ്പോഴെങ്കിലും പൊളിച്ചു മാറ്റും എന്ന് നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. വീഡിയോ ജേർണലിസ്റ്റ് ബിബിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.